സാധിക്കുന്നുണ്ട്. ഈ പള്ളിയോടങ്ങളൊക്കെ വളരെ മികച്ച അലങ്കാരങ്ങളോടുകൂടി തുഴഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെയാണ് ഇരുകരകളിൽ നിന്നും ധാരാളം ആളുകൾ ആവേശത്തിര ഇളക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനോഹരമായ പള്ളിയോടങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്രത്തോളം പ്രതീക്ഷയിലും അത്രത്തോളം ആവേശത്തിലുമാണ് ഇപ്പോൾ ഉള്ളത്. തിരുവാറന്മുളയപ്പന്റെ സാന്നിധ്യമാണ് ഓരോ പള്ളിയോടങ്ങളിലും ഉള്ളത് എന്നതാണ് അവരുടെ വിശ്വാസം. അത് തന്നെയാണ് അവരുടെ കരുത്തും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പള്ളിയോടങ്ങളിൽ 52 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ 50 പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ ഉള്ളത്. എന്തായാലും എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ഇവരുടെ ആവേശം കാണുമ്പോൾ അവരോട് തന്നെ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് തിരുവാറന്മുളയപ്പന്റെ അനുഗ്രഹവും ആശീർവാദവുമാണ് തങ്ങളുടെ ഈ ബലത്തിന് പിന്നിൽ ഉള്ളത് എന്നതാണ് അവർ പറയുന്നത്. എത്രയേറെ മനോഹരമായിട്ടാണ് ഈ പള്ളിയോടങ്ങൾ അലങ്കരിച്ചിട്ടുള്ളത് എന്നതും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ജലഘോഷയാത്രയിൽ അതിന്റെ സജ്ജീകരണങ്ങൾ ഏറെക്കുറെയെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അതത് ട്രാക്കുകളിലേക്ക് പള്ളിയോടങ്ങൾ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷമാകും മത്സരം ഉണ്ടാകുക. ഇത്തവണ നെഹ്റു ട്രോഫി മാതൃകയിലാണ് മത്സരം ഉണ്ടാവുക. ടൈമിങ്ങിനനുസരിച്ചിട്ടാകും അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കുക. എന്തായാലും എല്ലാ ബാച്ചുകളും അതീവ ശക്തിയോടെ അതീവ ആവേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. എന്തായാലും ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറന്മുളയുടെ ഓണമാണ് ഇന്ന്, ജലോത്സവമാണ് ഇന്ന്, പമ്പ പൂരമാണ് ഇന്ന് എന്നത് മനസ്സിലാക്കാം. എന്തായാലും ആളുകളുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ തുടരുകയാണ് ആര്യ. ശരി, ആവേശം ഒട്ടും ചോരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, അലങ്കാരങ്ങളും ഒക്കെയായി. പള്ളിയോടങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. എല്ലാവരും കാത്തിരിപ്പിലാണ്. ആളുകൾ പല നാടുകളിൽ നിന്ന് അവധിയൊക്കെ എടുത്ത് ആറന്മുളയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പമ്പയാറ്റിൽ അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര നടത്തും. ഇത്തവണ കുറേ മാറ്റങ്ങളുണ്ട്. അതായത് ഒരു നെഹ്റു ട്രോഫി വള്ളംകളി, അത് നമുക്കൊക്കെ അറിയാം. ആ മാതൃകയിൽ ഇത്തവണ മത്സര വള്ളംകളിയും ഇവിടെ ആറന്മുളയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ആവേശവും ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ പരിശീലനമൊക്കെ കഴിഞ്ഞു, ഒരുക്കങ്ങൾ കഴിഞ്ഞു. ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള, പമ്പയാറ്റിലേക്ക് ഇറങ്ങാനുള്ള ആ സമയമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പള്ളിയോടങ്ങളും അലങ്കരിച്ച് അവിടെ കരയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. 2 ടീമായി തിരിച്ചാണ്, എ ടീമും ബി ടീമും ഉണ്ട്. അങ്ങനെ വള്ളംകളി, ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എല്ലാ ഒരുക്കങ്ങളും ഒരു തവണത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം നീണ്ട കാത്തിരിപ്പാണ് ഇവരെ സംബന്ധിച്ച്. അവർക്ക് ആചാരങ്ങളുമായി ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തി നിറഞ്ഞ, ആവേശം നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് ആറന്മുളയിൽ ചുറ്റും കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. പാലാഴി തന്നിൽ ചെന്നു കപ്പോൾ